ഒരു പ്രധാനപ്പെട്ട ചരിത്ര ഭൂമിയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബഗ്ദാദ്. മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്ര ഭൂമിയാണ് ഈജിപ്ത്. മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്ര ഭൂമിയാണ് ബുഖാറ, സമർക്കന്ത്. അങ്ങനെ തുടങ്ങി ഏത് ഇസ്ലാമിക ചരിത്രമുള്ള രാജ്യങ്ങളിലും സ്മാരകങ്ങളും സ്മരണയും, എന്തിനേറെ പറയണം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന മദീന മുനവ്വറ. ആ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവി അതൊരു സ്മാരകമാണ്. അതിന്റെ പേര് തന്നെ എന്താണ്? മസ്ജിദുൻ നബവി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മാരകമായി നിലനിൽക്കുന്ന പള്ളിയാണ്. 70 മുഴം വീതിയിലും 70 മുഴം നീളത്തിലുമാണ് ആദ്യത്തെ മദീനത്തെ പള്ളി. അതിപ്പോ വികസിച്ച് ഇപ്പോൾ 20 ലക്ഷം ആളുകൾക്ക് ഒറ്റ ജമാഅത്തായി നിസ്കരിക്കാവുന്ന പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മസ്ജിദുൻ നബവിയുടെ പഴയ പള്ളി, ആ പഴയ പള്ളിക്ക് നോക്കിയാൽ 6 വാതിലുകളാണ്, 6 സ്മാരകങ്ങളാണ്. ഒന്ന് ബാബുൽ ബഖീഅ, ജന്നത്തുൽ ബഖീഅയിലേക്കുള്ള സ്മാരകത്തിന്റെ വാതിലാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 20,000-ത്തിലധികം സ്വഹാബാക്കൾ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരും വിശ്രമിക്കുന്ന വലിയ സ്ഥലമാണ് ജന്നത്തുൽ ബഖീഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഖദീജ ബീവിയും മൈമൂന ബീവിയും ഒഴിച്ച് ബാക്കി എല്ലാവരും ബഖീഅയിലാണ്. ആ ബഖീഉമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മദീനത്തെ പള്ളിയുടെ ഒരു വാതിൽ ബാബുൽ ബഖീഅ. തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടാമത്തെ വാതിൽ ഏതാ? അതൊരു വലിയ സ്മാരകമാണ്. ആ വാതിലിന് പേര് തന്നെ ബാബു ജിബ്രീൽ അലൈഹിസ്സലാം. എങ്ങനെയാണ് ആ പേര് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഉള്ളപ്പോഴെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കാണേണ്ട പ്രത്യേക ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്ക് വരുമ്പോഴൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്ന വാതിലാണ് ബാബു ജിബ്രീൽ. ഇന്നും അത് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചത് കാണും, ബാബു ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ നബിതങ്ങളെ പേരിൽ സ്മാരകമായി നിൽക്കുന്ന പള്ളിയുടെ ഓരോ വാതിൽ, തൊട്ടപ്പുറത്തെ വാതിൽ അത് മറ്റൊരു സ്മാരകമാണ്. മൂന്നാമത്തെ വാതിൽ കാണുന്നത് ബാബുൻ നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി കടന്നു വരുന്ന സഹോദരിമാർ, ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം വിവിധ കാര്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും വേണ്ടി വരുന്ന സഹോദരിമാർ, കുടുംബപരമായി മറ്റു പല വിഷയങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഇടപെട്ട് നബിതങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി വന്നിരുന്ന സഹോദരിമാർ, അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു വാതിൽ നിശ്ചയിച്ചു. അതാണ് ബാബുൻ നിസാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് കാണും, ആ വാതിലിന് ബാബുൻ നിസാ എന്ന് പേര് വെച്ച ശേഷം പിന്നെ ഞാൻ ഒരിക്കലും ആ വാതിൽക്കൽ കൂടെ പോയിട്ടില്ല. അത്ര സൂക്ഷ്മത പാലിച്ചു. ഇനി അത് ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുന്ന 3 വാതിലാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന 3 വാതിൽ, 3 സ്മാരകങ്ങളാണ്. ഒന്നാമത്തേത് ബാബുസ്സലാം. ലോകത്ത് നിന്ന് മദീന മുനവ്വറയിലേക്ക് വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ട് സലാം പറയാൻ പ്രവേശിക്കുന്ന വാതിലാണ് ബാബുസ്സലാം. ആ ബാബുസ്സലാമിലൂടെ കടന്നിങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തൊട്ടടുത്ത് 2 അടി പുറകിലായി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിന് നേരെ തല വരുന്ന രീതിയിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന് നേരെ തല വരുന്ന രീതിയിലാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. അപ്പോ റസൂലുള്ളാഹി മുന്നിൽ തൊട്ടിങ്ങനെ അല്പം 2 അടി പുറകിലായി സിദ്ദീഖ് തങ്ങൾ, അവിടുന്ന് 2 അടി പുറകിലായിട്ട് ഉമർ ഖത്താബ് തങ്ങൾ. അവർ ഹയാത്ത് കാലത്തുള്ള അതേ അദബ് പാലിച്ചുകൊണ്ടാണ് അവരെ മഖ്ബറയും അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ആ വാതിൽ ബാബുസ്സലാം അതൊരു സ്മാരകമാണ്.
രണ്ടാമത് തൊട്ട് കാണുന്ന വാതിൽ ബാബു സിദ്ദീഖ് എന്ന വാതിലാണ്. ബാബു ജിബ്രീലിന് നേരെ, പിന്നെ മദീനത്തെ പള്ളിയിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള വാതിൽ ബാബു സിദ്ദീഖ്. ഒരു വലിയ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ വാതിലിന് ബാബു സിദ്ദീഖ് എന്ന് പേര് വന്നത്. അത് വല്ലാത്തൊരു സ്മാരകമാണ്. ആ ചരിത്രത്തിലേക്ക് കടന്നാൽ അതിപ്പോ സമയമില്ല. ബാബു സിദ്ദീഖ്. തൊട്ടപ്പുറത്ത് കാണുന്ന ബാബുർ റഹ്മ. ബാബുർ റഹ്മ ഏതാണ്? അത് ചരിത്രത്തിലെ മറ്റൊരു സ്മാരകമാണ്. ഒരിക്കൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നിപ്പോ നമ്മളിപ്പോ അനുഭവിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ചൂടാണ്. ചൂട് താങ്ങാനാവാതെ സൂര്യാഘാതം ഏറ്റുകൊണ്ട് പല മനുഷ്യർക്കും അപകടം പറ്റി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഗവൺമെന്റ് 12 മണി മുതൽ 4 മണിന്റെ ഇടക്കുള്ള സമയം പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ ജോലി ചെയ്യിപ്പിക്കരുത് എന്ന് നിയമം കൊണ്ടുവന്നു. അത് കഠിനമായ ചൂട് ഏറ്റിട്ട് ചില പക്ഷികൾക്ക് അപകടം പറ്റി. ചൂട് സഹിക്കാൻ കഴിയാതെ ഒട്ടേറെ ജീവജാലങ്ങൾ, എത്രത്തോളം പുഴകളിലും അതുപോലെ തന്നെ കുളത്തിലും അതേപോലെ ചെറിയ ചെറിയ തടാകങ്ങളിലൊക്കെ താമസിക്കുന്ന വെള്ളത്തിലെ ജീവികൾക്ക് വരെ സൂര്യാഘാതം താങ്ങാനാവുന്നില്ല. അതെന്താണ്? ഇപ്പോ ഒരു പുഴയിൽ മത്സ്യമുണ്ടെങ്കിൽ 2-3 തരത്തിലാണ് മത്സ്യം ഉണ്ടാകുന്നത്. കടലിലെ മത്സ്യം അങ്ങനെ, ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മത്സ്യമുണ്ട്, പുറം കടലിൽ സഞ്ചരിക്കുന്നുണ്ട്, ഏറ്റവും മുകളിൽ സഞ്ചരിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ സഞ്ചരിക്കുന്ന മത്സ്യത്തിന് ആഴക്കടലിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അവരിങ്ങനെ പുറംകടലിലാണ് ഉണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം ചൂട് കഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്നു. അങ്ങനെ വെള്ളത്തിലെ ജീവികൾക്കടക്കം താങ്ങാനാവാത്ത തരത്തിലാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ചൂട് നിൽക്കുന്നത്. അല്ലാഹുവേ, നീ കാവലാകണേ അല്ലാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പള്ളിക്ക് ബാബുർ റഹ്മ എന്നൊരു പേര് വന്നു. എന്താണ് ആ പേര് വരാൻ കാരണം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇതേപോലെ ചൂട് സഹിക്കാൻ പറ്റാതായി. അങ്ങനെ വേനൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥ വന്നപ്പോൾ മദീനയിൽ കൃഷികളൊക്കെ ഉണങ്ങിപ്പോയി. മദീനയിൽ വെള്ളമില്ലാതായി. മദീനയിലെ പക്ഷികൾക്കും പറവകൾക്കും മനുഷ്യർക്കും ദാഹജലം കിട്ടാതായി. വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നായിട്ട് കൂട്ടമരണം സംഭവിക്കുമോ അങ്ങനത്തെ അവസ്ഥയെത്തി. ഗർഭിണികൾ കൂട്ടക്കരച്ചിലാണ്, ചോര പൈതലുകൾ കരച്ചിലാണ്, മൃഗങ്ങൾ വെള്ളം കിട്ടാതെ അലറുകയാണ്. ഇങ്ങനത്തെ ഒരു സമയത്ത് ഒരു സ്വഹാബി വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കെ ഒരു സ്വഹാബി പള്ളിയിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു. നബി തങ്ങൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മധ്യേ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, തങ്ങൾ ഇനി ദുആ ചെയ്യുന്നില്ലെങ്കിൽ ഈ രാജ്യമാകെ അപകടത്തിൽപ്പെടും. വെള്ളമില്ലാതെ ജനങ്ങളാകെ വിഷമത്തിലാണ്, പട്ടിണിയിലാണ്. കൃഷി മുഴുവനും ഉണങ്ങിപ്പോയി. പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു സാധനവും ഇവിടെ കാണാനില്ല. ചെടികൾ ഉണങ്ങി, സസ്യങ്ങൾ ഉണങ്ങി, ജലാശയങ്ങളൊക്കെ ഉണങ്ങി വറ്റിപ്പോയി. അങ്ങനത്തെ ഒരു വല്ലാത്ത ദുർഘടത്തിലാണ് നമ്മളിപ്പോൾ അകപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇനിയും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മഴ പിന്തിപ്പോയാൽ രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അതങ്ങോട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മിമ്പറിൽ വെച്ചുകൊണ്ട് ആ സ്വഹാബിയുടെ സങ്കടത്തിന്റെ വാർത്ത, മദീന ആകെ പിടികൂടി കിടക്കുന്ന പ്രയാസത്തിന്റെ വാർത്ത, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി. അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയപ്പോഴേക്കും ഏതൊക്കെയോ ഭാഗത്തുണ്ടായിരുന്ന മേഘം അതിവേഗം നബി തങ്ങൾ ഇരിക്കുന്ന മിമ്പറിന്റെ മുകൾ ഭാഗത്ത് മേഘം നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തതോടുകൂടെ ഒന്നിച്ച് മഴ പെയ്യാൻ തുടങ്ങി. മഴ അങ്ങോട്ട് പെയ്തപ്പോൾ മദീന ഒന്നായിട്ട് വെള്ളം. വെള്ളിയാഴ്ച മഴ പെയ്തു, ശനിയാഴ്ച മഴയായി, ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച
പിറ്റേ ദിവസത്തെ വെള്ളിയാഴ്ച വരെ മഴ. കാരണം എന്തുകൊണ്ട്? നബിതങ്ങൾ ചോദിച്ചു വാങ്ങിയ മഴയാണ്. അത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ ആരെന്നെ പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയണം. നബിതങ്ങളാണ് മഴ ചോദിച്ചത്. ആ ചോദിച്ച മഴ അങ്ങനെ കിട്ടി. പിന്നെ മഴ ഇവിടെ കൂടുതലായി, വെള്ളപ്പൊക്കത്തിന്റെ അവസ്ഥയിലേക്ക് എത്താൻ തുടങ്ങി. ആദ്യം മഴയില്ലാത്ത വിഷമം, ഇപ്പൊ ഏതിന്റെ വിഷമായി? മഴ ഉണ്ടായിട്ടുള്ള വിഷമായി. പിറ്റേത്തെ വെള്ളിയാഴ്ച ആദ്യം വന്ന സ്വഹാബിയോ അല്ലെങ്കിൽ മറ്റൊരു സ്വഹാബിയോ അതേ വാതിൽക്കൽ കൂടെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ ഓതുന്ന സമയത്ത് പറഞ്ഞു, നബിയേ, ഇനിയും മഴ തുടർന്നാൽ ഇവിടെ ഒരു വീടും ബാക്കി നിൽക്കുകയില്ല. ഇനിയും ഇവിടെ മഴ തുടർന്നാൽ ഇവിടെ വെള്ളത്തിൽ ഒഴുകിപ്പോയി നശിക്കാത്ത ഒരു സാധനവും ബാക്കി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മഴ മതിയായിരിക്കുന്നു നബിയേ. അതാണ് കേട്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു വാങ്ങിയ മഴ. നബിതങ്ങൾ തന്നെ തൽക്കാലം അതിന് പരിഹാരം കണ്ടു. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ മഴ തന്നെ ഉണ്ടാവില്ല. ആരാ ഇത് പറയണത്? റസൂലുള്ളാഹിയാണ്. നബിതങ്ങൾ പടച്ചോനെ ഞങ്ങൾക്ക് മഴ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ മഴ തന്നെ കിട്ടൂല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ നിന്ന് മഴ കൊണ്ട് സങ്കടം കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് വിരലിങ്ങനെ ഇഷാറത്താക്കി. ഇങ്ങനെ ഇഷാറത്താക്കുമ്പോൾ സ്വഹാബാക്കൾ ഇങ്ങനെ പറയാണ്, നബിതങ്ങൾ കൈകൊണ്ട് കാണിക്കുന്നിടത്തേക്ക് മേഘം ഇങ്ങനെ നീങ്ങി. മേഘം ഇങ്ങനെ നീങ്ങി. അള്ളാഹുവിന്റെ റസൂല് അല്ലാഹുമ്മ ലാ അലൈനാ അല്ലാഹുമ്മ ഹവാലൈനാ അല്ലാഹുമ്മ അലൽ ജിബാലി വൽ ആകാം. അല്ലാഹുവേ, ഇപ്പം മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മഴ മതി. അതുകൊണ്ട് പരിസരങ്ങളിലേക്കും പർവ്വതങ്ങളിലേക്കുമൊക്കെ മഴ നീക്കണം. അള്ളാഹുവിന്റെ റസൂൽ ദുആ. അപ്പൊ ആ റഹ്മത്തിന്റെ മഴ നമുക്ക് കിട്ടിയതിന്റെ സ്മാരകമാണ് മദീന പള്ളിയിലെ ബാബുർ റഹ്മ. എന്താ അതിന്റെ പേര്? ബാബുർ റഹ്മ. സ്മാരകങ്ങൾ, സ്മരണകൾ, അത് ലോകത്ത് അതിപ്രധാനമാണ്. ഈ സ്മാരകങ്ങളെയും സ്മരണകളെയും നിഷേധിച്ച് ഇല്ലാതാക്കിയെങ്കിലേ ഇവിടെ ബിദ്അത്തിന് വളരാൻ പറ്റുള്ളൂ. ബിദ്അത്ത് വളരണമെങ്കിൽ ഏതുണ്ടാതിരിക്കണം? പഴയകാല ചരിത്രവും സ്മാരകവും വിഷയം പറയുമ്പോഴേക്ക് ഇവർക്ക് പറ്റൂല. കാരണം ഓൽക്കാകെ എത്ര കൊല്ലത്തെ വയസ്സുള്ളൂ? ഇസ്ലാം ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് വരുന്നതാണ്. പരിപൂർണമായി പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവര് എപ്പോഴാണ് വരാൻ തുടങ്ങിയത്? ഇവരൊക്കെ ഇന്നലെ മിഞ്ഞാന്ന് വരുന്നതാണ്. അപ്പൊ ഇവർക്ക് ചരിത്രം പറയുമ്പോഴേക്ക് പിന്നെ ഓർക്ക് പറ്റൂല. അപ്പോൾ സ്മാരകങ്ങളെ നിഷേധിക്കും. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയും, മോഡി അങ്ങോട്ട് പറയാണ്, മറ്റേ ആൾ ഇങ്ങോട്ട് പറയാണ്, ഇതൊക്കെ പാടെ മറ്റേ രാജ്യമാകാൻ പോവുകയാണ്, ഉണ്ണാക്കാകാനാവുക. അത് തേങ്ങി വരാൻ അതിലൊന്നും ബേജാറായിങ്ങാണ്ട് ഞങ്ങൾ ഇനി ഓതി പഠിച്ചോണം. നമ്മളൊക്കെ ഓതി പഠിച്ചുമ്പോൾ അതിനോട് പള്ളിയൊന്നും ഉണ്ടാവില്ല. എല്ലാ പള്ളിയും പൊളിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങളൊക്കെ തഹസീലാകുമ്പോത്തിന് ഈ കൊല്ലപ്പോ കോളേജിൽ ചേർന്നവരൊക്കെ ഇപ്പൊ ഇഫ്ള് ഫാത്തിയും കുൽവല്ലാഹൊക്കെ ഇഫ്ളാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതൊക്കെ 30 തീരുമാനത്തിന് ഇന്ത്യയിലൊന്നും എന്തുണ്ടാവില്ല. ഇതൊക്കെ എന്നൊക്കെ പൂതി വെച്ചേക്കണം മക്കളെ. അതിലൊന്നും ഒരു കഥയില്ല. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനാണ് കൊന്നാൽ, ഇബ്രാഹിം നബിനാണ് നശിപ്പിച്ചാൽ ഇസ്ലാം അതോടുകൂടെ കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച ആളാണ് ആര്? നമ്രൂദ്. നമ്രൂദ് വലിയ ധിക്കാരി. നമ്രൂദ് എന്ത് ചെയ്തു? തീയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ തഫ്സീർ സാവി നോക്കിയോ? ഇബ്രാഹിം നബിനെ കത്തിക്കാൻ വേണ്ടി തീയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച എന്തേപ്പോ? ഇവിടെ ഇപ്പൊ ചില അടുപ്പിന്റെ ഒക്കെ പരസ്യം കാണാം. പുക ഇല്ലാത്ത അടുപ്പ് കത്തിച്ചെങ്കിലല്ലേ പുക ഉണ്ടാവുള്ളൂ. ആലുവയിലെ പുകയില്ലാത്ത അടുപ്പ്. ആലുവി പുക ഉണ്ടാവില്ല. അവിടുന്ന് കത്തിച്ചാതെല്ലാം ഇങ്ങോട്ട് വരുന്നേ. ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചുമ്പോഴല്ലേ പുകയോട് പുകയാണ്. അപ്പോ പരസ്യം കണ്ടുങ്ങാണ്ട് അയിമ നിൽക്കണ്ട എല്ലാവരും. അപ്പോ ഈ പുകയില്ലാത്ത അടുപ്പ്, പുകയുള്ള അടുപ്പ് എന്ന് പറഞ്ഞ മാതില്ല. ഇങ്ങറിയോ നമ്മളെ ഈ മജ്മഅന്റെ ഈ 5 ഏക്കർ ഭൂമിയും ഈ ഹൈസ്കൂൾ ഗ്രൗണ്ടും ഇതൊക്കെ കൂടെ കൂട്ടിയാൽ അത്ര വലിയ മൈതാനി. ആ മൈതാനിയില് ആളുകളെ വിളംബരം ചെയ്തിട്ട് എല്ലാവരും വിറക് ശേഖരിച്ചു.
ആ വിറക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അട്ടി അട്ടിയായിട്ട് വെച്ചിട്ട് ഭയങ്കരമായ മൈതാനി നിറച്ച് വിറക്. അതിന്റെ 4 മൂലയിൽ തീ കൊളുത്തിയപ്പോൾ ആളി കത്താൻ തുടങ്ങി. ആ തീ കത്തിയിട്ട് ആകാശത്ത് തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷികൾ ചിറക് കരിഞ്ഞിട്ട് താഴെ വീണു. അത്ര വലിയ ചൂട് കത്തിയപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മിഞ്ചനീക്ക്, അന്നത്തെ ഒരു പ്രത്യേക മെഷീനറിയാണ്, ആ മിഞ്ചനീക്ക് എന്ന അതിൽ കയറ്റിയിരുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീരെറിയാൻ കൊണ്ടേ ഇടണ്ടേ, അതിന് സാധിക്കണ്ടേ, അടുത്തേക്ക് ചുട്ടിട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ദൂരെ നിന്ന് ഇങ്ങനെ പൊങ്ങി തീയിലേക്ക് പോയി വീഴുന്ന ആ മിഷനറി റെഡിയാക്കി. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിടാൻ. അതോടുകൂടെ ആര് കഴിഞ്ഞു? ഇസ്ലാം കാലാകാലത്തേക്കും കഴിഞ്ഞു എന്ന് കണക്ക് കൂട്ടിയാരാണ് നമ്രൂദ്. ആ നമ്രൂദിന്റെ പേരിൽ ലോകത്ത് ഏതെങ്കിലും ഒരു മെമ്പർ ജീവിക്കുന്നുണ്ടപ്പോ? ആകാശത്തിന്റെ ചുവട്ടിൽ നമ്രൂദിന്റെ പാർട്ടിക്കാരനായിട്ട് ഒറ്റ മെമ്പർ ഉണ്ടോ? ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. 200 കോടി ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞു സിന്ദാബാദ്. ലോകത്തെ 800 കോടി ജനങ്ങളിൽ ഇന്ന് എത്ര കോടി മുസ്ലിങ്ങളാണ്? 200 കോടി മുസ്ലിങ്ങൾ. ലോകത്തെ എല്ലാവരും അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അപ്പൊ പറയും സിന്ദാബാദ്. മുസ്ലിമീങ്ങൾ ആ നിലക്ക് പറയും. ക്രൈസ്തവ സഹോദരന്മാർ എബ്രഹാം പ്രവാചകൻ ആദരവോടുകൂടെ പറയും. ജൂത സഹോദരന്മാർ എബ്രഹാം പ്രവാചകൻ. ഖുർആൻ പ്രഖ്യാപിക്കേണ്ടി വന്നു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബിനെ തീയിലിട്ട് കത്തിക്കുന്നതോടുകൂടെ എല്ലാം കഴിഞ്ഞ് എന്ന് കണക്ക് കൂട്ടിയ നമ്രൂദിന്റെ ഒറ്റ അനുയായി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഉണ്ടോ? ഇസ്ലാമിനെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കി? 4 ആൾ ഇവിടുന്നാണ് ഊതുമ്പത്തിന് പറക്കുന്ന. ഇനിയിപ്പോ ഞാൻ വീടൊന്നും എടുത്തിട്ട് കാര്യമില്ല, എവിടെയൊക്കെ പോവുകയാണ്. ഞാൻ യോതി പഠിച്ചിട്ട് കാര്യമില്ല, എവിടെയൊക്കെ പള്ളിയൊക്കെ പൊളിച്ചാണ്, ഇവിടെ മറ്റതൊക്കെ അങ്ങോട്ടാക്കാണ് ഇങ്ങോട്ടാക്കാണ്. ആര് പറഞ്ഞത്? ആരെ പേടിപ്പിച്ചാണ്. അതിനുശേഷം പിന്നെ പടച്ചോനേക്കാളും വലിയ പടച്ചോനായി വന്ന ആളാണ് ആര്? ഫറോവ. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അന റബ്ബുക്കുമുൽ അഅല, ഞാൻ വലിയ പടച്ചോനാണ്. ഈ പടച്ചോൻ ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യ കീഴിൽ. അതാണ് ഫറോവ. ആ ഫറോവ ലോകത്ത് എന്തൊക്കെ ഫിർഔനദിൽ ഔതാദ് അല്ലേ, ഖുർആൻ അത്ര പഠിപ്പിച്ച ആളാണ്. ആര്? ഫിർഔൻ. ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിനെ അങ്ങോട്ട് തകർത്ത് കളഞ്ഞാൽ ഇവിടെ പിന്നെ ഒരൊറ്റ കുട്ടി മുസ്ലിം ഉണ്ടാകൂല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ഫിർഔന്റെ അനുയായിയായിട്ട് ഒരാളഞ്ച് ലോകത്ത് ഇതുവരെ കണ്ടുക്കണം. ഫിർഔന്റെ ആളായിട്ട് ഒരൊറ്റ മെമ്പറെ കാണുമോ ഇവിടെ? ആണോ? കലീമുല്ലാഹി മൂസ. 200 കോടി ജനങ്ങൾ ഇപ്പൊ പറയും സിന്ദാബാദ്. അതാണ് ചരിത്രം. സോവിയറ്റ് റഷ്യ വളർന്ന് പടർന്ന് പന്തരിച്ച് ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ 18 രാജ്യങ്ങൾ അവരെ കീഴായി. ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ ഒറ്റ മുസ്ലിം അവിടെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. സോവിയറ്റ് റഷ്യ തകർന്നു, കമ്മ്യൂണിസം പാപ്പരായി. ആ രാജ്യങ്ങളൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കിട്ടി. ആ രാജ്യങ്ങളൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കിട്ടി. നമ്മുടെ മുസ്ലിംകളുടെ 18 രാജ്യങ്ങളായി 2 ഒഴിച്ച് ബാക്കി മുഴുവനും ഇപ്പൊ ഇസ്ലാം രാജ്യങ്ങളാണ്. ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും ഒക്കെ അടക്കമുള്ള. അതിലാ ജോർജിയയും പിന്നെ ഏതാ ചെറിയൊരു രാജ്യം കൂടിയുണ്ട്. അത് 2 തന്നെ ഉള്ളു. മറ്റത് മുസ്ലിങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ്. ഇപ്പൊ ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് ഇന്ന് എവിടെ ഉണ്ട്? ഉസ്ബെക്കിസ്ഥാനിലാണ്. അല്ലാഹു റബ്ബി, അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണം. നമ്മൾ ഇടവണ്ണ തങ്ങളൊക്കെ അടക്കമുള്ള ഒരു സംഘം ഉസ്താദിന്റെ കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്മാരകം പോയി കണ്ടാൽ 40 ഏക്കർ ഭൂമി. ഇമാം ബുഖാരി തങ്ങൾ കിടക്കുന്നത് 40 ഏക്കർ ഭൂമി, ഒരു പൂന്തോപ്പാണ്. ആ പൂന്തോപ്പിന്റെ 4 ഭാഗത്തും ഗേറ്റാണ്. ആ ഗേറ്റിന് കൊടുത്തിരിക്കുന്ന മുനാരങ്ങൾ, ഞാൻ ഓട്ട് കമ്പനിക്ക് നമ്മുടെ നാട്ടിൽ അത്ര വലിയ ഉയരമുള്ള കോയൽ കണ്ടിട്ടുണ്ട്. അത്ര ആകാശം മുട്ടിയിടാന്നുള്ള രീതിയിലാണ് ഇമാം ബുഖാരി തങ്ങൾ. ഇമാം ബുഖാരി തങ്ങളുടെ ഖദറിനോട് ഏറ്റവും യോജിക്കുന്ന തരത്തിലാണ് ആ മഖ്ബറ.
40 ഏക്കർ തോട്ടം. ആ പൂന്തോട്ടത്തിലേക്കാണ് കടന്നാൽ അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരട്ടെ. ഇമാം ബുഖാരി തങ്ങളുടെ സ്മാരകമൊക്കെ പോയി കാണണം നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹു റബ്ബി, ഏത് ഗേറ്റ് കടന്നാണ് വന്നാലും പൂന്തോട്ടത്തിൽ അവിടെ ഒരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ ആദ്യത്തെ ഹാള് ബാത്റൂമാണ്, രണ്ടാമത്തെ ഹാള് ഒതു എടുക്കാനുള്ള സ്ഥലമാണ്, മൂന്നാമത്തെ ഹാള് നമ്മളെ പള്ളിന്റെ അത്ര വിശാലമുള്ള ഒരു ഹാള്, അതിൽ മുഴുവനും അത്തറാണ്, സുഗന്ധങ്ങളാണ്. അപ്പൊ അപ്പുറത്ത് ബാത്റൂമിൽ പോയി ഇവിടുന്ന് ഒതു എടുത്തിട്ട് അത്തറ് പുരട്ടിയിട്ട് ഇനി അങ്ങോട്ട് കടന്നാൽ ഇമാം ബുഖാരി തങ്ങളുടെ പള്ളിയാണ്. ആ പള്ളിയോട് ചേർന്ന് ഇമാം ബുഖാരി തങ്ങളുടെ മക്ബറയാണ്. ആര് വന്നാലും അവിടെ മൂത്രമൊഴിച്ച് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി, ഇപ്പുറത്ത് ഒതു എടുത്ത് കുളിച്ച് ഫ്രഷായി, അപ്പുറത്ത് അത്തറൊക്കെ പറ്റി ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ചിട്ട് അല്ലാതെ ഇമാം ബുഖാരി തങ്ങളെ കാണാൻ പോകാൻ അനുവദിക്കൂല. 40 ഏക്കർ സ്ഥലത്ത് രാജാവായി കിടക്കാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ. അള്ളാഹു നമുക്കൊക്കെ പോയി കാണാൻ ഭാഗ്യം തരും. മഹാന്മാർ, അവരെ സ്മാരകങ്ങൾ, നമ്മൾ അവരെ കുറിച്ച് പഠിക്കണം. നല്ലപോലെ വിദഈ പ്രസ്ഥാനക്കാർക്ക് ഇത് പറ്റൂല. കാരണം ഒരു ഇന്നലെ പെയ്ത മയക്കെന്ന് മുളച്ചത് അവരെയാണ്. അതുകൊണ്ട് അവർക്ക് ഈ ചരിത്രം പറയാൻ പറ്റില്ല, അവർക്ക് അനുസ്മരണം പറ്റൂല. അതുകൊണ്ടാണ് വഹാബികൾ ഇതിലൊക്കെ പോയത്. വഹാബികൾ അതിലാണ് പോയി, ഇറാഖ് പോയി, അതുപോലെ തന്നെ പിന്നെ ഈജിപ്ത് പോയി, അതിലൊക്കെ പോയി. ആ വഴിക്കാണ്ട് യാത്ര ചെയ്താൽ മൂസാ നബി അലൈഹി സ്വലാം തൂർസീന പർവ്വതത്തിൽ മൂസാ നബി കിടക്കുന്നുണ്ട്. അല്ലാഹ്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ഞങ്ങൾ 42 ആള് സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ എല്ലാവരും വിറവറച്ചിട്ട് അങ്ങോട്ട് കയറിയത് മൂസാ നബിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇത്ര അധികം സ്മരിച്ച ഒരു പ്രവാചകൻ വേറെയില്ല. ഏറ്റവും കൂടുതൽ നബിമാരെ പേര് കൂടുതൽ പറഞ്ഞത് എവിടെയാണ്? മൂസാ നബിയാണ്. എല്ലാവരും മുട്ടുംകാലം ഇങ്ങനെ വറക്കാം മൂസാ നബിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ. ഒരൊറ്റ കുട്ടി യാസീൻ ഓതിയിട്ട് സൗണ്ട് വരുന്നില്ല. അതാ മൂസാ നബി അലൈഹി സ്വലാം. ആ മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം, അവരെ ഭാര്യ റഫീഖ ബീവി, ഇവരെല്ലാവരും കിടക്കണം. ഇവരൊക്കെ മദീനത്തുൽ മൗത്ത, മരിച്ചു കിടക്കുന്നവരെ പട്ടണം. 25 കിലോമീറ്റർ മുഴുവനും അമ്പിയാക്കൾ ഔലിയാക്കൾ. ഇതൊക്കെ അവിടെ ഉണ്ടായിട്ട് വഹാബികൾ ഒരു ഡോക്യുമെന്ററി ഇറക്കി അവിടെ പോയിട്ട്. അതിലാര് മാത്രമേ ഉള്ളൂ? ഫറോവ മാത്രം. ഓർക്ക് പറ്റിയല്ലോ ഒരു കാണുക. ആ ഡോക്യുമെന്ററി നോക്കിയാൽ ആര് മാത്രം? ഫിറഔൻ മാത്രം. ഇതിനൊന്നും ഒരു കാര്യം. ഈ നശിച്ച വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കാതിരിക്കണം, നമ്മളെ മക്കളെ പരമ്പരയെ ചേർക്കാതിരിക്കണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചരിത്രം ഇങ്ങനെ നമ്മൾ നോക്കിയാൽ സ്മാരകങ്ങളും അത് തന്നെ ലോകത്ത് മുഴുവനുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, അങ്ങകരെ ഉള്ളാൾ ദർഗാ ഷരീഫിൽ നിന്ന് തുടങ്ങിയാൽ തിരുവനന്തപുരം ഭീമാപ്പള്ളിക്ക് ഇടക്ക് എത്ര മഹാന്മാരും എത്ര മക്ബറകളുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന മഹാനാണ് ഇപ്പൊ നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന. യാ ശൈഖനാ യാ ശൈഖ മടവൂരിൻ അതൈനാ ബാബക്കും راجين فوزا كاملا يا سيدي سيا ولي لا إله إلا الله لا إله إلا الله. ഇവിടെ നമ്മളെ തൊട്ടടുത്ത് മാമ്പറ്റ OP അബൂബക്കർ മൗലവി എന്ന് പറഞ്ഞു. നമ്മളെവിടെ പഠിച്ചതിന് OP മുഹമ്മദിന്റെ വാപ്പ. ഇപ്പൊ മർക്കസിക്ക് പോയ നമ്മളെ ഓപ്പിന്റെ വാപ്പ. ആര് OP അവിടെ ഉണ്ടോ? ആ ഓപ്പിന്റെ മകളെ കുട്ടിയുണ്ട്, ഓന്റെ വല്യപ്പ. OP അബൂബക്കർ മൗലവി എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രമുള്ള ആളാണ്. ജീവിതത്തിന്റെ കഷ്ടപ്പാടിന് നെല്ലിപ്പടി കണ്ട മനുഷ്യനായ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കണം. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഖത്തറിൽ പോയി. ഖത്തർ പോയിട്ട് ഒരു റബീഉൽ അവ്വൽ മൂപ്പർ അവിടെ മൗലിദ് കഴിച്ചു. അതിൽ ഖത്തർ പോലീസ് പിടികൂടിയപ്പോൾ മൂപ്പരെ ജയിലിലാക്കി. ജയിലിൽ നിന്ന് അവിടെ ജയിലിൽ കിടക്കണമല്ലൊക്കെ പാടെ കൂടിയിട്ട് മൂപ്പർ അവിടുന്ന് മൗലിദ് കഴിച്ചു. ജയിലിൽ നിന്ന് മൗലിദ് കഴിച്ചപ്പോൾ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ OP പറഞ്ഞു, ഞാൻ മൗലിദ് ഇവിടുന്ന് ഓതി തരാം, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാണ്. ജഡ്ജിന്റെ മുമ്പിൽ അവിടുന്ന് മൗലിദാണ്. അങ്ങനെ ഒരു തീരുമാനിച്ചു, ഇയാളെ കയറ്റിയാക്കിയേ പറ്റുള്ളൂ. അപ്പൊ OPനെ കണ്ടാൽ നമ്മളെ ഇന്ത്യക്കാരനാണെന്ന് തോന്നൂല, ഒരു സുഡാനിയെന്നേ തോന്നുള്ളൂ മൂപ്പരെ കണ്ടാൽ.
ആപ്പാക്കൊക്കെ അദ്ദേഹത്തെ കയറ്റിയാക്കാൻ തീരുമാനിച്ചു. ഖത്തറിലെ നമ്മളെ അന്നത്തെ സുന്നത്തി ജമാഅത്തിന്റെ മുസ്ലിമീങ്ങളൊക്കെ കൂടിയിട്ട് മൂപ്പർക്ക് ടിക്കറ്റും സമ്മാനങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിൽ അത്ര ഉറപ്പുള്ള ആളായിരുന്നു അദ്ദേഹം. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കണം. കയ്യിലില്ലെങ്കിൽ കടം വാങ്ങി സദഖ ചെയ്യും. അത്ര നല്ല മനുഷ്യനെ. OP അബൂബക്കർ മൗലവി ഒരിക്കൽ നമ്മളെ തൃക്കരിപ്പൂർ അടുത്ത് മൂപ്പര് മദ്രസ പഠിപ്പിച്ചിരുന്നു. അവിടെ മദ്രസ പഠിപ്പിച്ചിരുന്ന സമയത്ത് മൂപ്പര് മടവൂർ ശൈഖുനാനെ കാണാം. മൂപ്പന്റെ വീട്ടിൽ വിശ്രമിക്കുന്ന കാരാണ് മടവൂർ ശൈഖുന. മടവൂർ ശൈഖുനാന്റെ അടുത്ത് വന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞപ്പം മടവൂർ ശൈഖുൻ എന്ത് ചെയ്തു? ബെൽറ്റിന്ന് ₹1 നാണയം ₹1 എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോയിക്കോളിയാ. ₹1 എവിടുക്ക ഹജ്ജിന് പോക? ₹1 കോഴിക്കോട്ടെത്തും. ₹1 എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോയിക്കോളിയാ. സുബ്ഹാന ജല്ല ജലാൽ. അന്ന് ഹജ്ജിന് പോകണമെങ്കിൽ നമ്മളവിടെ കോഴിക്കോട് വിമാനത്താവളമല്ല, കേരളത്തിൽ ഒരു വിമാനത്താവളമല്ല. അന്ന് പോകണമെങ്കിൽ ആദ്യം എവിടെ പോകണം? ബോംബെ പോയിട്ട് കപ്പലിന് പോകണം. 2 കപ്പലാന്നുള്ളത്, മുസഫരി അക്ബറും 2 കപ്പല ഹജ്ജിന് കൊണ്ടുപോയത്. ആ കപ്പൽ 2 ട്രിപ്പ് അടിക്കും. ഇന്ത്യയിൽ നിന്ന് മൊത്തം അത്ര ആളുകൾ പോകാറുള്ളൂ. ഇപ്പൊ ഈ വർഷം ഇന്ത്യയിൽ നമുക്ക് 2 ലക്ഷം ആളുകൾ ഹജ്ജിന് പോകണം. കേരളത്തിൽ നിന്ന് തന്നെ ഗവൺമെന്റിൽ തന്നെ 18,000 ആളുകൾ, അത്ര ആളുകൾ ഹജ്ജിന് പോണ കാലായി. അന്ന് OP അബൂബക്കർ മൗലവി അവിടെ പോയി മടവൂർ ശൈഖുനെ പറഞ്ഞതല്ലേ, മൂപ്പര് ബോംബെ പോയി. ബോംബെ പോയിട്ട് ശഅബാന്, റമളാന്, ശവ്വാല് 3 മാസം നിന്നിട്ട് ഹജ്ജിന് പോകാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല. ഈ ₹1 കയ്യിൽ. ഭക്ഷണത്തിന് വിഷമിച്ച് ബോംബെയിൽ പല ഹോട്ടലിൽ കൂടെ ഒക്കെ നടന്നങ്ങനെ ജീവിച്ച് ഹജ്ജിന് പോകാൻ ഇക്കൊല്ലം സാധിക്കൂല എന്ന് മനസ്സിലാക്കി മൂപ്പരോട് തിരിച്ചു വന്നു. തിരിച്ച് ട്രെയിനിന് വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് മടവൂർ ശൈഖുനാന്റെ അടുത്ത് പോയി. നേരെ വീട്ടിലേക്ക് വന്നിട്ടില്ല, മൂപ്പര് നേരെ പോയി മടവൂർ ഷെയ്ഖുനെ കണ്ടുകൂടുമ്പോ OP അബൂബക്കർ അന്നെ ഹജ്ജിന് പറഞ്ഞാൽ ജന്തിങ്ങോട് പോന്നു ചോദിച്ചു. ഹജ്ജ് പോയി ചെയ്തു. സുബ്ഹാനല്ലാഹ്. മൂപ്പര് വന്ന വണ്ടിക്ക് തിരിച്ചങ്ങോട്ടായി. അങ്ങനെ ദുൽഖഅദ് ഹജ്ജ് കപ്പലിന്റെ പോകാനിഞ്ഞ് അവസാനത്തെ കപ്പൽ പുറപ്പെടാൻ 3 ദിവസേ ബാക്കിയുള്ളൂ. OP ഉറപ്പിച്ചു, ഞാൻ ഇക്കൊല്ലം ഹജ്ജിന് പോക്കുണ്ടാവില്ല. ആർക്കെങ്കിലും പൈസ കൊടുക്കണ്ടേ, ടിക്കറ്റ് എടുക്കണ്ടേ, ഒരു നിവൃത്തിയില്ല. അപ്പൊ അവിടെ ബോംബെയില് വലിയ ഹോട്ടലിലുണ്ടാവും വലിയ മുതലാളിമാര് 100 ചോറ് പാവങ്ങൾക്ക് കൊടുക്കാൻ, 50 ചോറ് പാവങ്ങൾക്ക് കൊടുക്കാൻ അങ്ങനെ ഏൽപ്പിക്കും. അത് ബോംബെന്റെ ഒരു പ്രത്യേകതയാണ്. അന്നും ഇന്നും പാവങ്ങൾക്ക് ഭക്ഷണം ഏൽപ്പിക്കും ഹോട്ടലിൽ. അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കാൻ പോണ ആളാണ് OP. ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ സിംഗപ്പൂരിൽ നിന്നും ഒരു ആചാര്യ വന്നിട്ട് OP അബൂബക്കർ മൗലവി എന്ന് പറഞ്ഞ ആളുണ്ടോ എന്ന് അന്വേഷിച്ചാണ്. ഈ ഹോട്ടൽക്കാരനോട് വന്ന് ചോദിച്ചു. ഹോട്ടൽക്കാരൻ പറഞ്ഞു, ഇവിടെ ഒരാള് വരലുണ്ട്, അയാളായിരിക്കും ചിലപ്പം എന്ന് പറഞ്ഞു. OP അബൂബക്കർ മൗലവി ഉച്ചക്ക് ഭക്ഷണത്തിന് വന്നപ്പോ നിങ്ങളെ സിംഗപ്പൂരിൽ നിന്ന് ഒരാൾ തെരഞ്ഞു വരുന്നുണ്ട്. അപ്പോ OP അദ്ദേഹത്തെ കണ്ട് അപ്പൊ നോക്കുമ്പോ എന്താ, തൃക്കരിപ്പൂര് മദ്രസ പഠിപ്പിക്കുന്നേ മൂപ്പര് മദ്രസ പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടി, ഓന്റെ വാപ്പ സിംഗപ്പൂരിലെ കച്ചവടക്കാരനാണ്. ആ കുട്ടി വാപ്പാക്ക് ഫോൺ ചെയ്തിരിക്കണേ, എന്റെ ഉസ്താദ് ഇവിടെ ബോംബെയിലുണ്ട്, ഹജ്ജിന് പോകാൻ വന്നിക്കണേ, നിങ്ങൾ ബോംബെയിൽ കച്ചവട സാധനം എടുക്കാൻ വേണ്ടി പോകുമ്പോ എന്റെ ഉസ്താദിനെ കാണണം. അങ്ങനെയാണ് മൂപ്പര് എന്താക്കണത്, തിരയണത്. അല്ലാഹു റബ്ബി. ആ സിംഗപ്പൂർക്കാരനായ മുതലാളി അദ്ദേഹം OP അബൂബക്കർ മൗലവിനെ കണ്ടു. അദ്ദേഹത്തെയും കൂട്ടി നേരെ ഹജ്ജിന്റെ ഓഫീസിൽ പോയി. കപ്പലിന് പൈസ അടച്ചു, ടിക്കറ്റൊക്കെ റെഡിയാക്കി, എല്ലാ സംഗതികളും ചെയ്ത് കപ്പൽ ഇങ്ങനെ പുറപ്പെടാൻ നിക്കണീന്റെ OP പറയാണ്, കപ്പൽ ഇങ്ങനെ പുറപ്പെടാൻ നിക്കണീന്റെ ഒരു 5-10 മിനിറ്റ് മുമ്പാണ് ഞാൻ കപ്പലിൽ കയറുന്നത്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് സിംഗപ്പൂർക്കാരനായ മുതലാളി കപ്പൽ ടിക്കറ്റൊക്കെ കൊടുത്ത് സുഖമായിട്ട് പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. മടവൂർ ശൈഖുനെ പറഞ്ഞതാ, ₹1 കൊടുത്തങ്ങാണ്ട് ഇജ്ജ് എവിടേക്ക് പോയിക്കോ, ഹജ്ജിന് പോയിക്കോ. മഹാന്മാരുടെ ദീർഘദൃഷ്ടിയും അവരുടെ കാഴ്ചയും അവരുടെ സംഗതിയും അത് വേറെ തന്നെയാണ്. കുന്തഖദ് അഖ്ഫൈത അംറക അവ്വലൻ സുമ്മൻ ദശർ മിൻക അൻവാറുൽ വിലായതി സയ്യിദി സിയം വലി ലാ ഇലാഹ
അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി 35 കൊല്ലം മുമ്പ് ആദ്യത്തെ കൂടിയാലോചന സമിതി നടക്കാണ്, കമ്മിറ്റി അല്ല. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ ഫസ്റ്റിലെ മീറ്റിംഗ് അല്ല, നമ്മൾ കൂടിയാലോചന. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കണം, അതിന്റെ ആവശ്യത്തിന്. അപ്പൊ നമ്മളെ കരുളായി ഉണ്ടായിരുന്നു ചെറിയോൻ ഹാജി എന്ന് പറഞ്ഞൊരാൾ, മുണ്ടോളം ചെറിയോൻ ഹാജി. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞു, ഇജ് വടവൂർ ഷേഖുനാനെ പറ്റി ഒരു കഥ ചരിത്രം പറയുമ്പോ അതിന് സെനത് പറയണം കേട്ടോ, വെറുതെയാണ് പറഞ്ഞ പോരാ. അപ്പോ മുണ്ടോളം ചെറിയോനാജി കർളായിക്കാരനാണ് അദ്ദേഹം. നമ്മൾ ആദ്യ കൂടിയാലോചന മീറ്റിങ്ങിൽ, മജ്മ ഉണ്ടാകാനുള്ള ആദ്യത്തെ കൂടിയാലോചന മീറ്റിങ്ങിൽ ചെറിയോനാജി പറഞ്ഞു, ഞാന് 20 കൊല്ലം മുമ്പ്, അന്നത്തെ 20 കൊല്ലം മുമ്പ് ഞാനിവിടെ നിലമ്പൂര് ഒരു യത്തീംഖാന ഉണ്ടാക്കട്ടെ എന്ന് മടവൂർ ഷേഖുനാനോട് പോയി ചോദിച്ചു ചെറിയോനാജി. അപ്പൊ മടവൂർ ഷേഖുന പറഞ്ഞു, നീ അവിടെ യത്തീംഖാന ഉണ്ടാക്കണ്ട, അവിടെ വലിയ സ്ഥാപനം വരും. മടവൂർ ഷേഖുന പറഞ്ഞു, അവിടെ യത്തീംഖാന ഉണ്ടാക്കിയാൽ അവിടെ വലിയ സ്ഥാപനം വരും. അപ്പൊ ചെറിയോനാജി മടവൂർ ഷേഖുനാന്റെ വാക്ക് കേട്ടിട്ട് മൂപ്പരുണ്ടാക്കണ്ട യത്തീംഖാനപ്പ ഉണ്ടാക്കണ്ട, ഷേഖുന പറഞ്ഞത് വരട്ടെ എന്ന് വിചാരിച്ചു. 10 കൊല്ലം കഴിഞ്ഞിട്ട് സ്ഥാപനം വരുന്നില്ല. 10 കൊല്ലം കഴിഞ്ഞിട്ട് വരാത്തപ്പോൾ മുണ്ടോളം ചെറിയോനാജി മൂപ്പര് വീണ്ടും പോയി മടവൂർ ഷേഖുനാന്റെ അടുത്ത്. ഞാനൊരു യത്തീംഖാന ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞും ചെയ്തു, പിന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ സ്ഥാപനം ഉണ്ടായിട്ടില്ല, കാത്തിരിക്കണം, അവിടെ വലിയ സ്ഥാപനം വരും, നിങ്ങൾ യത്തീംഖാന ഉണ്ടാക്കണ്ട. രണ്ടാമത് മൂപ്പര് 5 കൊല്ലം കഴിഞ്ഞ്, പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് ചെറിയോനാജി വീണ്ടും പോയി മടവൂർ ഷേഖുന അവിടെ മൂപ്പന്റെ വീട്ടിൽ താമസിക്കാൻ പോയി. അന്ന് പോയിട്ട് ചെറിയോനാജി പറഞ്ഞു, ഇനിയിപ്പോ എനിക്ക് വയസ്സായി, ഇഞ്ച സ്ഥലത്ത് ഞാനൊരു യത്തീംഖാന ഉണ്ടാക്കിയേ പറ്റുള്ളൂ, എനിക്കിപ്പോ ഇത് സാധിക്കൂല, വയസ്സായില്ലേ. മടവൂർ ഷേഖുന പറഞ്ഞു, നിങ്ങൾ യത്തീംഖാന മാത്രം ഉണ്ടാക്കണ്ട, അവിടെ വലിയ സ്ഥാപനം വരും. ആ പറഞ്ഞ സ്ഥാപനം മൂപ്പർ പറഞ്ഞ 20ാമത്തെ കൊല്ലം കറക്റ്റ് ഉള്ളാളത്ത് തങ്ങൾ പാപ്പി AP ഉസ്താദ് വന്ന് ഇതിന് കുറ്റിയടിച്ചു. എത്ര സ്ഥാപനങ്ങൾ. എടവണ്ണപ്പാട് ദാറുൽ അമാനിൽ ഇപ്പൊ നിൽക്കണ ആ സ്ഥാപനം നിൽക്കുന്നത് ഒരു തെങ്ങും പറമ്പേൽ, അതൊരു നമ്പൂരിന്റെ ഒരു കോട്ടയും. അവിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇവിടെ ഒരു ദീനി സ്ഥാപനം വരും. അങ്ങനെ ഏതെല്ലാം സംഭവങ്ങൾ, മഹാന്മാരും അത്ഭുതങ്ങളും. അത് നമ്മൾ ശരിക്കും പഠിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക, നമ്മളെ ഉള്ള ഈമാൻ ഒരു യഖീന് കിട്ടുക എപ്പോഴും. അതുകൊണ്ടാണ് ഖുർആൻ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ, സൂറത്ത് ശുഅറയിൽ ഇങ്ങനെ ഓരോ നബിമാരും അവരുടെ ത്യാഗങ്ങളും ചരിത്രങ്ങളും മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈമാനിന് ശക്തി കൂടുക. അല്ലാഹുവേ, മഹാന്മാരെ കൊണ്ട് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഷെയ്ഖുന E.K. ഹസൻ മുസ്ലിയാർ കോളേജും കച്ചവടം ബിസിനസ്സും തൊഴിലും ഒന്നുമില്ലാത്ത ആളാണ്. അതേ സമയത്ത് ജീവിതത്തിൽ ഉടനീളം തിരക്ക് മാത്രം. എന്താ സംഗതി തിരക്ക്? സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള പടയോട്ടം മാത്രമാണ്. എന്താ E.K. ഹസൻ മുസ്ലിയാർ പറഞ്ഞത്? ജീവിതത്തിൽ അള്ള തന്ന കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ശരീരമാണ്. ഞാൻ എൻ്റെ ശരീരത്തെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. അതായിരുന്നു E.K. ഹസൻ മുസ്ലിയാർ. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്.